Good morning. Today we are going to discuss about the evolution of the sporophyte. According to a general belief, the earliest and the primitive sporophyte of the land plants was axial in nature. ഒരു ജനറൽ ബിലീഫ് അനുസരിച്ച് ഏറ്റവും ആദ്യം ഫോം ചെയ്തു അതുപോലെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ലാൻഡ് പ്ലാന്റ്സിൻ്റെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ആക്സിയൽ ഇൻ നേച്ചറാണ്. ആക്സിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ഇൻ ലൈൻ എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ഒരു മെയിൻ ആക്സിസ് ആയിട്ടാണ് ആദ്യം ഫോം ചെയ്ത ലാൻഡ് പ്ലാന്റ്സിൻ്റെ സ്പോറോഫൈറ്റ് കണ്ടുകൊണ്ടിരുന്നത്. The leaf and the branches were evolved later by a modification of the central stem. Central stemമിൻ്റെ മോഡിഫിക്കേഷൻ വഴിയാണ് ലീവ്സും ബ്രാഞ്ചസും ഇവോൾവ് ചെയ്തത്. These primitive land plants were supposed to have rootless, leafless and dichotomously branched green stems. ഇങ്ങനെയുള്ള പ്രിമിറ്റീവ് ലാൻഡ് പ്ലാന്റ്സിനകത്ത് നമ്മൾ ബിലീവ് ചെയ്യുന്നത് അവർ റൂട്ട്ലെസ് ആയിരുന്നു, റൂട്ടിലായിരുന്നു, ലീഫിലായിരുന്നു, അതുപോലെ ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഗ്രീൻ സ്റ്റെംസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പ്രിമിറ്റീവ് ആയിട്ടുള്ള ലാൻഡ് പ്ലാന്റ്സിൽ എന്നാണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത്. ദ വാസ്കുലർ സിസ്റ്റം വാസ് എ സിമ്പിൾ പ്രോട്ടോസ്റ്റീൽ. വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോട്ടോസ്റ്റീലാണ്. എന്താ പ്രോട്ടോസ്റ്റീൽ? സൈലം സറൗണ്ടഡ് ബൈ ഫ്ലോയം. ആ കണ്ടീഷനെയാണ് നമ്മൾ പ്രോട്ടോസ്റ്റീൽ എന്ന് പറയുന്നത്. സം ഓഫ് ദ അൾട്ടിമേറ്റ് ബ്രാഞ്ചസ് ടെർമിനേറ്റഡ് ഇൻ സ്പൊറാഞ്ചിയ. ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള പല ബ്രാഞ്ചസും ടെർമിനേറ്റ് ചെയ്തിരുന്നത് സ്പൊറാഞ്ചി എന്ന് പറഞ്ഞ സ്ട്രക്ചറിലാണ്. This assumption is supported by the discovery of some simple plants in the upper Silurian and Devonian periods of the Earth's history. Example, Rhynia, Horneophyton, Xylophyton, Astroxylon and others. ഈ അസംഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല സിമ്പിളായിട്ടുള്ള പ്ലാന്റ്സിനെ നമ്മൾ അപ്പർ സൈലൂറിയനും ഡിവോണിയൻ പീരീഡ്സിനകത്ത് നമുക്ക് ഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് റൈനിയ, ഹോർണിയോഫൈറ്റൻ, സൈലോഫൈറ്റൻ, ആസ്ട്രോസൈലോൺ ആൻഡ് others. The discovery of such plants led many botanists to propose theories explaining the appearance of leaves, branches, roots and sporangia on the sporophyte. ഇങ്ങനെയുള്ള പ്ലാന്റ്സിൻ്റെ ഡിസ്കവറി വഴി ബൊട്ടാനിസ്റ്റിന് പല തിയറീസും പ്രപ്പോസ് ചെയ്യാനായിട്ട് പറ്റി. ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ അപ്പിയറൻസ് ഓഫ് ലീവ്സ്, ബ്രാഞ്ചസ്, റൂട്ട്, സ്പൊറാഞ്ചിയ എക്സെട്ര ഓൺ ദ sporophyte. These theories tend to explain the process of elaboration of the primitive sporophyte into the modern sporophyte possessing roots, leaves and variously disposed sporangia. Of all these theories, Telome theory of Zimmerman has attracted great attention and has a large number of supporters. പലരും പല തിയറീസുമായിട്ട് വന്നിരുന്നു. ഈ പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ സ്പോറോഫൈറ്റ് ോട്ട്, അതായത് പ്രിമിറ്റീവ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് റൂട്ട്ലെസ് ആയിരുന്നു, ലീഫ്ലെസ് ആയിരുന്നു, ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന സ്പോറോഫൈറ്റ് എന്ന് പറയുന്നതിന് റൂട്ടുണ്ട്, ലീവ്സ് ഉണ്ട്, അതുപോലെ വേരിയസ്ലി ഡിസ്പോസ്ഡ് ആയിട്ടുള്ള സ്പൊറാഞ്ചിയും പ്രസൻ്റ് ആണ്. പലരും പല തിയറീസും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിരുന്നുവെങ്കിലും നമ്മൾ ഇന്നും അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ടേഴ്സ് ഉള്ളത് എന്ന് വിശ്വസിക്കുന്നത് ടീലോം തിയറിക്കാണ്. ടീലോം തിയറി ഓഫ് സിമ്മർമാൻ ആണ് കൂടുതലായിട്ടും സപ്പോർട്ടേഴ്സ് ഉള്ളൊരു തിയറി എന്ന് പറയുന്നത്. എവല്യൂഷൻ ഓഫ് സ്പോറോഫൈറ്റിനെ പറ്റിയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ടീലോം തിയറി ബൈ സിമ്മർമാൻ. Now coming on to the Telome theory. This theory was first proposed by Zimmerman in 1930 and later elaborated by him in 1938. Zimmerman ഈ തിയറി 1930ലാണ് പ്രപ്പോസ് ചെയ്തത്. അത് അദ്ദേഹം തന്നെ ഇലാബറേറ്റ് ചെയ്തു 1938. Zimmerman postulated that all the vascular plants evolved from a very simple, leafless and a dichotomously branched ancestral type like Rhynia. Zimmerman postulate ചെയ്തത് എല്ലാ വാസ്കുലർ പ്ലാന്റ്സും ഇവോൾവ് ചെയ്തത് ഒരു സിമ്പിളായിട്ടുള്ള ലീഫ്ലെസ് ആയിട്ടുള്ള ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ആൻസിസ്ട്രൽ ടൈപ്പിൽ നിന്നാണ്. റൈനിയ പോലുള്ളൊരു ആൻസിസ്ട്രൽ ടൈപ്പിൽ നിന്നും. സിമ്പിളാണ്, ലീഫ്ലെസ് ആണ്, ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ആണ്. എന്താ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ, വൈ ഷേപ്പിൽ ഡിവൈഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്മർമാൻ പോസ്റ്റുലേറ്റ് ചെയ്തത് എല്ലാ വാസ്കുലർ പ്ലാന്റ്സും ഇവോൾവ് ചെയ്തത് സിമ്പിളും ലീഫ്ലെസ്സും അതുപോലെ ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡും ആയിട്ടുള്ള ആൻസിസ്ട്രൽ ടൈപ്പിൽ നിന്നാണ് ഫോം ചെയ്തതെന്നാണ്. സച്ച് എ പ്ലാന്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഫെർട്ടൈൽ ആൻഡ് സ്റ്റെറൈൽ ബ്രാഞ്ചസ്. അങ്ങനെയുള്ളൊരു പ്ലാന്റിനകത്ത് ഫെർട്ടൈൽ ബ്രാഞ്ചസും ഉണ്ട്, സ്റ്റെറൈൽ ആയിട്ടുള്ള ബ്രാഞ്ചസും ഉണ്ട്. ദ ഫെർട്ടൈൽ ബ്രാഞ്ചസ് ടെർമിനേറ്റഡ് ഇൻ സ്പൊറാഞ്ചിയ. ഫെർട്ടൈൽ ബ്രാഞ്ചസ് എൻഡ് ചെയ്തത് സ്പൊറാഞ്ചിയയിലാണ്. The simple and terminal parts of a dichotomously branched stem was designated as telomes. സിമ്പിളും ടെർമിനൽ പാർട്സും ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റെമ്മിൻ്റെ സിമ്പിളും ടെർമിനൽ പാർട്സിനെയുമാണ് ടീലോം എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ടീലോം എന്ന് പറഞ്ഞ പേര് കൊടുത്തത് ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച് സ്റ്റെമ്മിൻ്റെ ടെർമിനൽ പാർട്സിനെയാണ്, ഏറ്റവും അറ്റത്ത് കാണുന്ന ഭാഗത്തിനെയാണ് ടീലോം എന്ന് വിളിച്ചത്. നമുക്കിവിടെ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇവിടെ ലേബിൾ ചെയ്തിട്ടുണ്ട് ഫെർട്ടൈൽ ടീലോമും സ്റ്റെറൈൽ ടീലോം എന്ന് പറഞ്ഞ് ലേബിൾ ചെയ്യുന്നുണ്ട്. എന്താ ആക്ച്വലി ടീലോം ആ വൈ ഷേപ്ഡ് ആയിട്ടുള്ള ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ്ങിനകത്തുള്ള ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് അല്ലെങ്കിൽ ടെർമിനേറ്റ് ഭാഗത്തിനെയാണ് നമ്മൾ ടീലോം എന്ന് പറഞ്ഞ് സിമ്മർമാൻ പേര് വിളിച്ചത്. ദ ടീലോംസ് മീറ്റ് ഈച്ച് അതർ അറ്റ് ദ പോയിന്റ് ഓഫ് ഫോർക്കിംഗ്. ഫോർക്കിങ്ങിൻ്റെ പോയിന്റിലാണ് രണ്ട് ടീലോമുകൾ മീറ്റ് ചെയ്യുന്നത്. പോർഷൻസ് ഓഫ് ദ സ്റ്റെം ബിലോ ദ ഫോർക്കിംഗ് വാസ് കോൾഡ് മീസോംസ്. ടീലോം എന്ന് പറഞ്ഞ റീജിയന് താഴെ കാണുന്ന റീജിയനെയാണ് മീസോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഫോർക്കിംഗ് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് നടന്നതിന് തൊട്ട് താഴെയുള്ള ആ റീജിയനെയാണ് ആ വൈ ഷേപ്ഡിൻ്റെ രണ്ട് ആംസിൻ്റെയും തൊട്ട് താഴെ ആ രണ്ട് ആം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് താഴെ കാണുന്ന റീജിയനെയാണ് മീസോം എന്ന് പറയുന്നത്. ഇവിടെ മീസോമിൻ്റെ ഇതും നമുക്ക് ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. മീസോം, ഇത് ഫെർട്ടൈൽ ടീലോം, സ്റ്റെറൈൽ ടീലോം, മീസോം. The telomes were classified as sterile or vegetative telomes, also called phylloids and fertile telomes. The telomes നമ്മൾ സ്റ്റെറൈൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ടീലോംസ് എന്ന് പറയാറുണ്ട്. അതിനെ തന്നെ നമ്മൾ ഫില്ലോയിഡ്സിനും ഫെർട്ടൈൽ ടീലോംസ് എന്ന് പറഞ്ഞും രണ്ട് കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്റ്റെറൈൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ടീലോംസും ഫെർട്ടൈൽ ടീലോംസും ആയിട്ട് രണ്ട് കാറ്റഗറീസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തതെന്ന്. സ്റ്റെറൈൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ടീലോമിനെ ഫില്ലോയിഡ് എന്നും പറയാറുണ്ട്. അതുകൂടാണ്ട് ഫെർട്ടൈൽ ആയിട്ടുള്ള ടീലോംസും പ്രസൻ്റ് ആണ്. The fertile telome consists of a terminal and a stalked sporangium, usually transversed by a single vascular strand up to its base. ഫെർട്ടൈൽ ടീലോമിനകത്ത് ടെർമിനലായിട്ട് ഏറ്റവും അറ്റത്തായിട്ട് ഒരു സ്റ്റോക്ഡ് ആയിട്ടുള്ള ഒരു സ്പൊറാഞ്ചിയം പ്രസൻ്റ് ആണ്. അതിനെ ട്രാൻസ്ഫേഴ്സ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു വാസ്കുലാർ സ്ട്രാൻഡാണുള്ളത്. അത് ഏറ്റവും ബേസ് വരെ ഏറ്റവും അടിവരെ കാണാനായിട്ട് നമുക്ക് പറ്റും. As evolution proceeded, there was a change from dichotomous to symbodial branching as a result of the fusion of two or more telomes called the telome trusses or syntelomes. എവല്യൂഷൻ പ്രൊസീഡ് ചെയ്തതിനനുസരിച്ച് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ്ങിൽ നിന്ന് സിംബോഡിയൽ ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിങ് ടൈപ്പിനകത്തേക്ക് മാറി. അതുവഴി രണ്ടോ അതിൽ കൂടുതലോ ആയിട്ടുള്ള ടീലോംസ് ഫ്യൂസ് ചെയ്ത് ടീലോം ട്രസസ് അല്ലെങ്കിൽ സിൻ ടീലോംസ് ആയിട്ട് മാറാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്താണ് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ്, എന്താണ് സിംബോഡിയൽ ബ്രാഞ്ചിങ്? ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ പറയാറുള്ളത് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ ഡിവിഷനാണ്. എപ്പിക്കൽ മെരിസ്റ്റം രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ആക്സസുകളായിട്ട് മാറുവാണ് എങ്കിൽ അതിനെ നമ്മൾ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് പറയും. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ടിപ്പിൽ കാണുന്ന മെരിസ്റ്റം. ആ എപ്പിക്കൽ മെരിസ്റ്റം രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് രണ്ട് ഫങ്ഷണൽ ആയിട്ടുള്ള ആക്സസുകളായിട്ട് മാറുവാണെങ്കിൽ അതിനെ നമ്മൾ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് പറയും. അപ്പോൾ പിന്നെ എന്താ സിംബോഡിയൽ ബ്രാഞ്ചിങ്? സിംബോഡിയൽ ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ബൈഫർക്കേറ്റിംഗ് ആയിട്ടുള്ള ബ്രാഞ്ചിങ് സിസ്റ്റമാണ്. അതിനകത്ത് ഒരു ബ്രാഞ്ച് മോർ സ്ട്രോങ് ആയിട്ടായിരിക്കും, മറ്റേ ബ്രാഞ്ചസിനേക്കാൾ മോർ സ്ട്രോങ് ആയിട്ടായിരിക്കും ഒരു ബ്രാഞ്ച് കാണുക, റിസൾട്ടിങ് ഇൻ സ്ട്രോങ്ങർ ബ്രാഞ്ചസ് ഫോമിങ് ദ പ്രൈമറി ഷൂട്ട് ആൻഡ് വീക്കർ ബ്രാഞ്ചസ് ലാറ്ററലി. അതുവഴി സ്ട്രോങ്ങർ ആയിട്ടുള്ള ബ്രാഞ്ചസ് പ്രൈമറി ഷൂട്ട് ഫോം ചെയ്യും, വീക്കർ ബ്രാഞ്ചസ് ലാറ്ററലായിട്ട് കാണുകയും ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ബൈഫർക്കേറ്റിംഗ് ബ്രാഞ്ചിങ് സിസ്റ്റത്തിനെയാണ് നമ്മൾ സിംബോഡിയൽ ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ രണ്ടെണ്ണത്തിനെയും ഡയഗ്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് 3 ഡയഗ്രാംസ് വെച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ബ്രാഞ്ചിങ്ങിനകത്ത് 3 ഡയഗ്രാംസ് ഉണ്ട്. ഫസ്റ്റ് മോണോപോഡിയൽ ബ്രാഞ്ചിങ്. മോണോപോഡിയൽ ബ്രാഞ്ചിങ് നമുക്ക് നോക്കിയറിയാം. മെയിൻ സ്റ്റെം അല്ലേ, മെയിൻ സ്റ്റെമ്മായിട്ട് മെയിനായിട്ടുള്ളൊരു ബ്രൗൺ കളറിൽ കാണിച്ചിട്ടുണ്ട് മെയിൻ പ്ലാന്റ് ആക്സസ്. അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രോ ചെയ്യും, വേറെ അതിൽ നിന്ന് ലാറ്ററൽ ബ്രാഞ്ചസ് എറൈസ് ചെയ്യുകയും ചെയ്യും. മോണോപോഡിയൽ ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് വെൻ ടെർമിനൽ ബഡ് കണ്ടിന്യൂസ് ടു ഗ്രോ ആസ് എ സെൻട്രൽ ലീഡർ ഷൂട്ട്. ടെർമിനൽ ആയിട്ടുള്ള ബഡ് കണ്ടിന്യൂ ചെയ്യും ഗ്രോത്ത്, സെൻട്രൽ ലീഡർ ഷൂട്ടായിട്ട് ലാറ്ററൽ ബ്രാഞ്ചസ് റിമെയിൻ സബോർഡിനേറ്റ്. ലാറ്ററലായിട്ട് ഫോം ചെയ്യുന്ന ബ്രാഞ്ചസ് എപ്പോഴും ആ സെൻട്രൽ ബ്രാഞ്ചിൽ സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ മോണോപോഡിയൽ ടൈപ്പ് ഓഫ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മോണോപോഡിയൽ ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ആക്സസ് കാണും, അതിന് ടെർമിനൽ ബഡും കാണും, അത് കണ്ടിന്യൂ ചെയ്യും ഗ്രോ, പക്ഷേ ചുറ്റും ഫോം ചെയ്യുന്ന ലാറ്ററൽ ബ്രാഞ്ചസ് ഇതിന് സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ മോണോപോഡിയൽ ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. ഇത് കാണിച്ചേക്കുന്നതാണ് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ്. നോക്കി വൈ ഷേപ്ഡ് ആയിട്ടുള്ള ബൈഫർക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വൈ ഷേപ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു എപ്പിക്കൽ മെരിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇതിൽ നിന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് സിംബോഡിയൽ ബ്രാഞ്ചിങ്. സിംബോഡിയൽ ബ്രാഞ്ചിങ് നമ്മൾ പറഞ്ഞൊരു ബൈഫർക്കേറ്റിംഗ് ബ്രാഞ്ചിങ് സിസ്റ്റമാണ്. വേർ വൺ ബ്രാഞ്ച്
develops more stronger than the other, resulting in the stronger branches forming the primary shoot and weaker branches laterally. ഒരു ബ്രാഞ്ച് ആയിരിക്കും ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ട് ഫോം ചെയ്യണത്, അതുവഴി സ്ട്രോങ്ങർ ബ്രാഞ്ചസ് ആയിരിക്കും പ്രൈമറി ഷൂട്ട് ഫോം ചെയ്യുന്ന, മറ്റ് ബ്രാഞ്ചസ് എല്ലാം ലാറ്ററൽ ആയിട്ട് തന്നെ നിൽക്കും. നമുക്ക് ഈ ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങനെ പോയി അങ്ങനെ ഇത് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ബൈഫർക്കേറ്റിംഗ് അല്ലെങ്കിൽ സിംബോഡിയൽ ബ്രാഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഈ മോളി കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിനകത്ത് സിംബോഡിയൽ ബ്രാഞ്ചിങ്ങും കാണിച്ചിട്ടുണ്ട്, അതുപോലെ മോണോപോഡിയൽ ബ്രാഞ്ചിങ്ങും. ഓർക്കിഡ്സിനകത്തുള്ള സിംബോഡിയൽ ബ്രാഞ്ചിങ്ങും മോണോപോഡിയൽ ബ്രാഞ്ചിങ്ങുമാണ് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഡയഗ്രത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്. The fertile telome trusses were called the sporangial trusses and the sterile telome trusses were called the phylloid trusses. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എവല്യൂഷൻ പ്രൊസീഡ് ചെയ്തതിനനുസരിച്ച് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിങ് സിസ്റ്റത്തിലോട്ട് നിന്ന് മാറി സിംബോഡിയൽ ബ്രാഞ്ചിങ് സിസ്റ്റത്തിലോട്ട് മാറി. ആസ് എ റിസൾട്ട് ഫ്യൂഷൻ ഓഫ് 2 or more ടീലോംസ്, ഒന്നിൽ കൂടുതൽ ടീലോമുകൾ ഫ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനെ നമ്മൾ ടീലോം ട്രസ്സസ് അല്ലെങ്കിൽ സിൻ ടീലോംസ് എന്ന് പറയാനായിട്ട് തുടങ്ങിയെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഫെർട്ടൈൽ ആയിട്ടുള്ള ടീലോം ട്രസ്സസിനെ, ഫെർട്ടൈൽ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ സ്പൊറാഞ്ചിയോ ഉള്ള ടീലോം ട്രസ്സസ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മൾ സ്പൊറാഞ്ചിയൽ ട്രസ്സസ് എന്ന് പറയും. സ്റ്റെറൈൽ ആയിട്ടുള്ള ടീലോം ട്രസ്സസ് ആണ് ഫ്യൂസ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ ഫില്ലോയിഡ് ട്രസ്സസ് എന്നും പറയും. Both the types of syntelomes also occur together to form a mixed telome truss or mixed syntelomes. ഇനി ഫില്ലോയിഡ് ആയിട്ടുള്ള ട്രസ്സസും അതുപോലെ സ്പൊറാഞ്ചിയൽ ആയിട്ടുള്ള ട്രസ്സസും കൂടെ ഒരുമിച്ച് കാണാറുണ്ട്. അതിനെ നമ്മൾ മിക്സ്ഡ് ടീലോം ട്രസ്സസ് അല്ലെങ്കിൽ മിക്സ്ഡ് സിൻറ്റീലോംസ് എന്നാണ് പറയാറുള്ളത്. Zimmerman postulated that the primitive vascular cryptogames originated from ഗ്രീൻ ആൽഗെ. പിന്നെ സിമ്മർമാൻ പോസ്റ്റുലേറ്റ് ചെയ്തൊരു കാര്യമാണ്, പ്രിമിറ്റീവ് ആയിട്ടുള്ള വാസ്കുലാർ ക്രിപ്റ്റോഗാംസ് എല്ലാം ഒറിജിനേറ്റ് ചെയ്തത് ഗ്രീൻ ആൽഗയിൽ നിന്നാണ്. പ്രിമിറ്റീവ് ആയിട്ടുള്ള വാസ്കുലാർ ഫോംസ് എല്ലാം ഒറിജിനേറ്റ് ചെയ്തത് ഗ്രീൻ ആൽഗയിൽ നിന്നാണ്. The unicellular green algae divided in all planes to form a parenchymatous thallus. Later, meristematic tissues developed and erect, radially constructed branches came into existence. യൂണിസെല്ലാർ ആയിട്ടുള്ള ഗ്രീൻ ആൽഗയിൽ നിന്നാണ് ആക്ച്വലി ഇന്ന് കാണുന്ന വാസ്കുലാർ ആയിട്ടുള്ള ക്രിപ്റ്റോഗാംസ്, പ്രിമിറ്റീവ് ആയിട്ടുള്ള വാസ്കുലാർ ക്രിപ്റ്റോഗാംസ് എല്ലാം ഫോം ചെയ്ത് ഈ യൂണിസെല്ലാർ ആയിട്ടുള്ള ഗ്രീൻ ആൽഗെ എല്ലാ പ്ലെയിനിലും ഡിവൈഡ് ചെയ്തിട്ട് ഒരു പാരൻകൈമേറ്റസ് ആയിട്ടുള്ള താലസ് ആയിട്ട് മാറി. ലേറ്റർ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എല്ലാം അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നീട് ഇറക്റ്റ് ആയിട്ടുള്ള, സ്ട്രെയിറ്റ് ആയിട്ടുള്ള, അപ്രൈറ്റ് ആയിട്ടുള്ള, റേഡിയലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് നിലവിൽ വന്നു എന്നാണ് സിമ്മർമാൻ പറയുന്നത്. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ദ അപ്പിയറൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഓൾട്ടർനേറ്റിംഗ് ജനറേഷൻ. ഇതിന് ശേഷം പിന്നീട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റിംഗ് ജനറേഷൻസും അവർ കാണിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ സിമ്മർമാൻ പറയുന്നത് യൂണിസെല്ലാർ ആയിട്ടുള്ള ഗ്രീൻ ആൽഗെ എല്ലാ പ്ലെയിൻസിലും ഡിവൈഡ് ചെയ്തിട്ട് പാരൻകൈമേറ്റസ് ആയിട്ടുള്ള താലസ് ആയിട്ട് മാറി. പിന്നീട് അത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അത് സ്ട്രെയിറ്റ് ആയിട്ട്, അപ്രൈറ്റ് ആയിട്ട് കാണാനായിട്ട് തുടങ്ങി. അതിനുശേഷം അതിനകത്ത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റിംഗ് ജനറേഷൻസ് ഒക്കെ കണ്ടു തുടങ്ങിയെന്നാണ് പറയുന്നത്. ദ സ്പോറോഫൈറ്റ് ബ്രാഞ്ച്ഡ് ഡൈക്കോട്ടമസ്ലി ആൻഡ് പൊസസ്ഡ് എ സെൻട്രൽ കണ്ടക്റ്റിംഗ് സ്ട്രാൻഡ്. സ്പോറോഫൈറ്റ് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് തന്നെ കാണിച്ചിട്ട് ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു കണ്ടക്റ്റിംഗ് സ്ട്രാൻഡ് അതിനെ ഡെവലപ്പ് ചെയ്തു. Such algal ancestors, according to Zimmerman, led to the evolution of early vascular plants of the upper Silurian and Devonian periods. ഇങ്ങനെയുള്ള ആൽഗൽ ആൻസിസ്റ്റേഴ്സിൽ നിന്നാണ് സിമ്മർമാൻ്റെ ഇതനുസരിച്ച് ഏർലി വാസ്കുലാർ പ്ലാന്റ്സ്, അപ്പർ സൈലൂരിയനും ഡിവോണിയൻ പീരീഡിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഏർലിയസ്റ്റ് ആയിട്ടുള്ള വാസ്കുലാർ പ്ലാന്റ്സ് എല്ലാം ഫോം ചെയ്തത് എന്ന്. They possessed heteromorphic alternation of generation and their sporophyte were simple and dichotomously branched. അവർക്ക് ഹെട്രോമോർഫിക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആയിരുന്നു. അതുപോലെ അവരുടെ സ്പോറോഫൈറ്റുകൾ സിമ്പിളും ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡും ആയിരുന്നു. അപ്പോൾ വാട്ട് ഇസ് ഹെട്രോമോർഫിക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ? എന്താ ഹെട്രോമോർഫിക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ? There is a haploid gametophyte in one generation and a diploid sporophyte in another generation, അല്ലേ? Both are genetically and morphologically different ആണെങ്കിൽ നമ്മൾ ഹെട്രോമോർഫിക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയും. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് ഉണ്ടാവും ഒരു ജനറേഷനിൽ, ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ഉണ്ടാവും വേറൊരു ജനറേഷനകത്തും. ഹെട്രോമോർഫിക് എന്ന് പറയുന്ന ടേം വെച്ച് ഈ ഗാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും മോർഫോളജിക്കലി നമുക്ക് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ജനറ്റിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിയാലും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും.
അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ഹെട്രോമോർഫിക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയും. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റ് ഉണ്ടാവും ഒരു ജനറേഷനിൽ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് വേറൊരു ജനറേഷനും ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയും. ഹെട്രോമോർഫിക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ഗാമറ്റോഫൈറ്റ് ആൻഡ് സ്പോറോഫൈറ്റ് ആ ജനറ്റിക്കലി ആസ് വെൽ ആസ് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണ് എങ്കിൽ നമ്മളതിനെ ഹെട്രോമോർഫിക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയും. ഇപ്പം സിമോമാൻ പറയുന്നത് ഹെട്രോമോർഫിക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആയിരുന്നു അവർ കാണിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ അവരുടെ സ്പോറോഫൈറ്റ്സ് എന്ന് പറയുന്നത് സിമ്പിളും ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ചുമാണ്. സം ഓഫ് ദ ബ്രാഞ്ചസ് ടെർമിനേറ്റഡ് ഇൻ സ്പൊറാഞ്ചിയ. ചില ബ്രാഞ്ചസ് സ്പൊറാഞ്ചിയയിൽ ടെർമിനേറ്റ് ചെയ്തു. ദേ പൊസസ് നോ ലീവ്സ് ആൻഡ് ഹാവ് നോ റൂട്ട്സ്. അവർക്ക് ലീവ്സും ഇല്ല റൂട്ട്സും ഇല്ല. ദ വാസ്കുലർ സിസ്റ്റം വാസ് എ സിമ്പിൾ പ്രോട്ടോസ്റ്റീൽ. അവരുടെ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ള പ്രോട്ടോസ്റ്റീലായിരുന്നു. ദ ഏരിയൽ ആൻഡ് സിമ്പിൾ സ്റ്റെംസ് പൊസസ് സ്റ്റൊമേറ്റ. ഏരിയൽ ആയിട്ടുള്ള സ്റ്റെമ്മ് മുകളിലോട്ട് കാണുന്ന അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെമ്മിനകത്ത് സ്റ്റൊമേറ്റ പ്രസൻ്റ് ആയിരുന്നു. ദ ഫങ്ഷൻ ഓഫ് ദ റൂട്ട്സ് വാസ് പെർഫോം ബൈ ഹെയർ ഓർ റൈസോയിഡ്സ്. റൂട്ട്സ് അന്നേരം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റൂട്ട്സിൻ്റെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത് ഹെയറോ അല്ലെങ്കിൽ റൈസോയിഡ്സോ ആണ്. ദീസ് സ്പോറോഫൈറ്റ്സ് ഹാവ് സബ് ടെറേറിയൻ പോർഷൻസ് കോൾ ദ റൈസോംസ്. ഈ സ്പോറോഫൈറ്റ്സിന് സബ് ടെറേറിയൻ ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ റൈസോംസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇതാ ടീലോം തിയറിയിലെ പല കാര്യങ്ങളും പറയുന്ന ഫസ്റ്റ് ഡയഗ്രത്തിനകത്ത് ടീലോംസ് കാണിക്കുന്നുണ്ട്, മീസോംസ് കാണിക്കുന്നുണ്ട്, സ്റ്റീൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ പല സ്ട്രക്ചേഴ്സ് കാണിച്ചുകൊണ്ടുള്ളൊരു സ്ലൈഡാണ്. നെക്സ്റ്റ്, these early land plants evolved into the higher vascular cryptogames along 3 independent lines of evolution. These were the lycopsid, sphenopsid and pteropsid trends of evolution. ഈ ഏർലിയസ്റ്റ് ഫോം ചെയ്ത ലാൻഡ് പ്ലാന്റ്സിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഹയർ ആയിട്ടുള്ള വാസ്കുലർ ക്രിപ്റ്റോഗാംസ് എല്ലാം 3 ഇൻഡിപെൻഡൻറ്റ് ലൈൻസ് ഓഫ് എവല്യൂഷൻ വഴിയാണ് ഫോം ചെയ്തത്. അതിന് നമ്മൾ ലൈക്കോപ്സിഡ്, സ്പീനോപ്സിഡ് ആൻഡ് ടീറോപ്സിഡ് ട്രെൻഡ്സ് ഓഫ് എവല്യൂഷൻ എന്നാണ് പറയുന്നത്. During the course of this evolution, certain elementary processes of progressive differentiation took place in the sporophytes. ഈ എവല്യൂഷൻ്റെ സമയത്ത് പല എലമെൻ്ററി പ്രോസസ്സും പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ്റെ പല എലമെൻ്ററി പ്രോസസ്സുകളും സ്പോറോഫൈറ്റ്സിനകത്ത് നടന്നു. അതിനെല്ലാം അദ്ദേഹം പേരിട്ട് വിളിച്ചിട്ടുണ്ട്. ഓവർ ടോപ്പിംഗ്, പ്ലാന്റിയൻ, വെബിംഗ് ഓർ സിൻജനസിസ്, റിഡക്ഷൻ ആൻഡ് റീകർവേഷൻ. ഇത്രയും പ്രോസസ്സുകൾ ഈ സ്പോറോഫൈറ്റിൻ്റെ പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ്റെ സമയത്ത് എവല്യൂഷൻ്റെ സമയത്ത് നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓവർ ടോപ്പിംഗ്, പ്ലാനേഷൻ, വെബിംഗ് ഓർ സിൻജനസിസ്, റിഡക്ഷൻ ആൻഡ് റീകർവേഷൻ. All these elementary processes of organogenesis were believed to have occurred in varying degrees in different taxonomy groups. ഈ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഈ 5 എലമെൻ്ററി പ്രോസസ്സുകളും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സോണമി ഗ്രൂപ്പ്സിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഗ്രീസിലാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒക്കർ ചെയ്ത ഡിഫറെൻറ്റ് ഡിഗ്രീസിലാണ്. അതനുസരിച്ചാണ് അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സായിട്ട് മാറിപ്പോയത്. ഇനി ഇത് ഓരോന്നും നമുക്ക് നോക്കാം, ഓരോ എലമെൻ്ററി പ്രോസസ്സും. ഫസ്റ്റാണ് ഓവർ ടോപ്പിംഗ്. The equally dichotomizing axes developed unequal dichotomy. ഈക്വൽ ആയിട്ട് ഡൈക്കോട്ടമൈസ് ചെയ്തിരുന്ന ബ്രാഞ്ചസ് എല്ലാം അൺഈക്വൽ ഡൈക്കോട്ടമി ആയി. അതായത് നമ്മൾ വൈ ഷേപ്ഡ് ആയിട്ടുള്ള ആംസ് ആണെന്നാണ് പറഞ്ഞത്. അതായത് 2 ആമും ഈക്വൽ ആണ് അല്ലേ. വൈയുടെ ഒരു ആമിന് നീളം കൂടുതലോ നീളം കുറവോ ഒന്നുമില്ലല്ലോ, 2 ആമും ഈക്വൽ ആണ്. അങ്ങനെയുള്ള ഈക്വൽ ആയിട്ടുള്ള ഡൈക്കോട്ടമൈസിങ് ആക്സിസിൽ നിന്ന് അൺഈക്വൽ ഡൈക്കോട്ടമി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരാമിന് നീളം കൂടുതലും ഒരാമിന് നീളം കുറവും അങ്ങനെയായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. This resulted in the formation of short and long branches. അതുപോലെയാണ് ഷോർട്ട് ബ്രാഞ്ചസും ലോങ് ബ്രാഞ്ചസും ഡെവലപ്പ് ചെയ്തത്. The short branches appeared as lateral shoots. ഷോർട്ട് ബ്രാഞ്ചസ് പിന്നീട് lateral shoots ആയിട്ട് മാറി. This led to the development of symbodial axis which ultimately changed into a monopodial axis with lateral branches. ഇതിൽ നിന്നാണ് സിംബോഡിയൽ ആക്സിസ് മാറി മോണോപോഡിയൽ ആക്സിസ് എന്ന് പറഞ്ഞൊരു ഇതിനകത്തേക്ക് മാറിയത്. അതായത് ഷോർട്ട് ബ്രാഞ്ചസും ലോങ് ബ്രാഞ്ചസുമായിട്ട് മാറി. അതിന് കാരണം അൺഈക്വൽ ആയിട്ടുള്ള ഡൈക്കോട്ടമിയാണെന്ന് പറഞ്ഞു. ഈ ഷോർട്ട് ബ്രാഞ്ചസ് പിന്നീട് ലാറ്ററൽ ഷൂട്ട്സ് ആയിട്ട് മാറി, ലോങ് ബ്രാഞ്ചസ് മെയിൻ ഷൂട്ട്സുമായിട്ട് മാറി. അതിൽ നിന്നാണ് സിംബോഡിയൽ ആയിട്ടുള്ള ആക്സിസ് അല്ലെങ്കിൽ സിംബോഡിയൽ ബ്രാഞ്ചുകളിൽ നിന്ന് മോണോപോഡിയൽ ബ്രാഞ്ചിങ് സിസ്റ്റത്തിലേക്ക് മാറ്റം സംഭവിച്ചു. ദീസ് ലാറ്ററൽ ബ്രാഞ്ചസ് മെറ്റമോർഫോസ്ഡ് ഇൻ ടു ലീവ്സ്. ഈ ലാറ്ററൽ ബ്രാഞ്ചസ് പിന്നീട് ലീവ്സായിട്ടും മാറി. നെക്സ്റ്റ് ടെക്നിക്കാണ് പ്ലാനേഷൻ. The equal dichotomies were originally in more than one plane. ഈ ഈക്വൽ ആയിട്ടുള്ള ഡൈക്കോട്ടമീസ് എല്ലാം ആദ്യം ഒന്നിൽ കൂടുതൽ പ്ലെയിനുകളിലായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. They were arranged in planes successively at right angles. ഇതെല്ലാം റൈറ്റ് ആംഗിൾസിലാണ് പ്ലെയിൻസിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് പ്ലാനേഷൻ്റെ പ്രോസസ്സിനകത്ത് ഈ ഡൈക്കോട്ടമീസസ് എല്ലാം സിംഗിൾ പ്ലെയിനിലോട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി.
ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ദാറ്റ് ലെഡ് ടു ദ എവല്യൂഷൻ ഓഫ് ദ ലീഫ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ്. പ്ലാനേഷൻ എന്ന് പറയുന്നത് ലീഫ് ഫോർമേഷൻ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്ററി പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഈക്വൽ ആയിട്ടുള്ള ഡൈക്കോട്ടമസി, ഒരു പ്ലെയിൻ ഒന്നിൽ കൂടുതൽ പ്ലെയിനിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇവരെല്ലാം റൈറ്റ് ആംഗിൾസിൽ അറേഞ്ച് ചെയ്തിട്ട് ഒരു സിംഗിൾ പ്ലെയിനിലോട്ടായിട്ട് ഡൈക്കോട്ടമസി എല്ലാം സിംഗിൾ പ്ലെയിനിലോട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ പ്രോസസ്സാണ് ലീഫിൻ്റെ എവല്യൂഷനിൽ ലീഡ് ചെയ്തതെന്നാണ് പറയണത്. Syngenesis or webbing. As the name indicates, the adjacent telomes and mesomes were connected with each other by the development of a parenchymatous tissue between them. This is called parenchymatous webbing. During this process, the steels of the concerned telomes also fused. ഇനി സിൻജെനസിസ് അല്ലെങ്കിൽ വെബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ടീലോംസും മീസോംസും കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് പാരൻകൈമേറ്റസ് ആയിട്ടുള്ള ടിഷ്യൂ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിനെയാണ് നമ്മൾ പാരൻകൈമേറ്റസ് വെബിങ് എന്ന് പറയുന്നത്. തൊട്ടടുത്ത് കിടക്കുന്ന ടീലോംസിനെയും മീസോംസിനെയും കണക്ട് ചെയ്തുകൊണ്ട് പാരൻകൈമേറ്റസ് ആയിട്ടുള്ള ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനെ നമ്മൾ പാരൻകൈമേറ്റസ് വെബിങ് എന്ന് പറയും. ഈ പ്രോസസ്സിൻ്റെ സമയത്ത് കൺസേൺഡ് ആയിട്ടുള്ള ടീലോംസിൻ്റെ സ്റ്റീലുകളും ഫ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇവിടെ നമ്മൾ കാണിച്ചേക്കുന്ന സിൻജെൻസിസ് അല്ലെങ്കിൽ വെബിങ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. അഡ്ജസൻ്റ് ആയിട്ടുള്ള ടീലോമുകൾ, നോക്കി ഇതൊരു ടീലോം അല്ലെങ്കിൽ ടീലോം മീസോമും കൂടെ കൂടിയിട്ടുള്ള ഇതും ഒരു ടീലോം മീസോമും കൂടെ കൂടിയിട്ടുള്ള അതിന് ചുറ്റുമായിട്ട് പാരൻകൈമേറ്റസ് ആയിട്ടുള്ള ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനെ നമ്മൾ പാരൻകൈമേറ്റസ് വെബിങ് എന്ന് പറഞ്ഞു. അതേ സമയത്ത് തന്നെ അവരെ കൺസേൺഡ് ആയിട്ടുള്ള ടീലോംസിൻ്റെ സ്റ്റീലുകളും ഫ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. സിൻജെനസിസ് വാസ് കൺസിഡേർഡ് ടു ബി ഓഫ് 2 types ബൈ സിമ്മർമാൻ്റെ ഇതനുസരിച്ച് സിൻജെനസിസ് 2 different types ആയിട്ടാണ് കാണുന്നത്. ഫസ്റ്റ് ഇസ് ഫോളിയാർ സിൻജെനസിസ്. ഡ്യൂറിങ് ദിസ് പ്രോസസ് ഫസ്റ്റ് സിൻജെനസിസ് ആയിരുന്നു ഫോളിയാർ സിൻജെനസിസ് എന്ന് പറയുന്നത്. ഈ സിൻജെനസിസിൻ്റെ സമയത്ത് ഡ്യൂറിങ് ദിസ് പ്രോസസ് ദർ ഇസ് എ coalescence or fusion of apical meristems of the telomes. When these meristems fuse to form a marginal meristem, a lamina with veins form. ഈ പ്രോസസ്സിൻ്റെ സമയത്ത് എപ്പിക്കൽ മെരിസ്റ്റംസ് ടീലോമിൻ്റെ ഫോളിയാർ സിൻജെനസിസിൻ്റെ സമയത്ത് ടീലോംസിൻ്റെ എപ്പിക്കൽ മെരിസ്റ്റംസ് ഫ്യൂസ് ചെയ്യാറുണ്ട്. ഈ മെരിസ്റ്റംസ് ഫ്യൂസ് ചെയ്തിട്ട് മാർജിനൽ മെരിസ്റ്റമായിട്ട് മാറി അങ്ങനെയാണ് ഒരു ലാമിന വിത്ത് വെയിൻസ്, ലീഫ് ലാമിന വിത്ത് വെയിൻസ് ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയണത്. അപ്പം ടീലോംസിൻ്റെ എപ്പിക്കൽ മെരിസ്റ്റംസ് ഫ്യൂസ് ചെയ്തിട്ട് അത് മാർജിനൽ മെരിസ്റ്റമായിട്ട് മാറി അങ്ങനെയാണ് ലാമിന വിത്ത് വെയിൻസ് ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. The activity of these meristems led to the formation of parenchymatous webs between the telomes. ഈ മെരിസ്റ്റംസിൻ്റെ ആക്ടിവിറ്റീസ് കാരണം പാരൻകൈമേറ്റസ് ആയിട്ടുള്ള വെബ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ ടീലോംസിന് ഇടയ്ക്കായിട്ട് സച്ച് ഡെവലപ്മെൻറ്റ്സ് റിസൾട്ടഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലാറ്ററൽ ഫോളിയാർ അപ്പൻഡേജസ്. അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് പാരൻകൈമേറ്റസ് ആയിട്ടുള്ള വെബിങ്ങും കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതായത് മാർജിനലായിട്ടുള്ള മെരിസ്റ്റമായിട്ട് മാറി അതുപോലെ പാരൻകൈമേറ്റസ് ആയിട്ടുള്ള വെബിങ് പോലുള്ള പ്രോസസ്സുകളും നടന്നത് വഴി ഫോളിയാർ ആയിട്ടുള്ള അപ്പൻഡേജസ്, ലാറ്ററൽ ഫോളിയാർ അപ്പൻഡേജസ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. ഇൻ കേസ് ഫോളിയാർ സിൻജെനസിസ് അക്കമ്പനീഡ് ബൈ ഓവർ ടോപ്പിംഗ്, the leaves with pinnate venation were formed. ഇനി ഫോളിയാർ സിൻജെനസിസിന് ഒപ്പം തന്നെ ഓവർ ടോപ്പിംഗും നടക്കുകയാണെങ്കിൽ പിന്നേറ്റ് വിനേഷനുള്ള ലീവ്സാണ് ഫോം ചെയ്തത്. സംടൈംസ് ഫോളിയാർ സിൻജെനസിസ് is accompanied by fusion of vascular strands. This resulted in the development of net veined leaves or leaves with reticulate venation. ഇനി ഫോളിയാർ സിൻജെനസിസിൻ്റെ ഒപ്പം തന്നെ വാസ്കുലാർ സ്ട്രാൻഡ്സിൻ്റെ ഫ്യൂഷനാണ് സംഭവിക്കുന്നത് എങ്കിൽ അവിടെ ലീവ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വിനേഷനാണ് ഫോം ചെയ്തത്. ഓവർ ടോപ്പിംഗ്, planation and foliar webbing brought about the evolution of megaphyllous leaves. ഓവർടോപ്പിങ്ങും പ്ലാനേഷനും ഫോളിയാർ വെബിങ്ങും വഴിയാണ് മെഗാഫില്ലസ് ആയിട്ടുള്ള ലീവ്സ് ഫോം ചെയ്തത്. അപ്പോൾ മെയിനായിട്ട് 3 എലമെൻ്ററി പ്രോസസ്സ്, ദാറ്റ് ഇസ് ഓവർടോപ്പിംഗ്, പ്ലാനേഷൻ ആൻഡ് ഫോളിയാർ വെബിങ് വഴിയാണ് മെഗാഫില്ലസ് ലീവ്സ് ഫോം ചെയ്തത്. നെക്സ്റ്റ് ഇസ് ആക്സിയൽ സിൻജെനസിസ്. Zimmerman visualized that during this process there was absorption of a number of branches into a single stout axis. ആക്സിയൽ സിൻജെനസിസിനകത്ത് സിമ്മർമാൻ പറയുന്നത് there was an absorption of a number of branches into a single stout axis. ഒരു സിംഗിൾ സ്റ്റൗട്ട് ആക്സിസ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് കുറേയധികം ബ്രാഞ്ചസ് അബ്സോർപ്ഷൻ നടത്തി അല്ലെങ്കിൽ കുറേയധികം ബ്രാഞ്ചസിൻ്റെ ഫ്യൂഷൻ പോലെ തന്നെ സംഭവിച്ചു എന്നാണ് ആക്സിയൽ സിൻജെനസിസിനകത്ത് സിമ്മർമാൻ പറയുന്നത്. The fusing branches had protosteels and the fusion led to the appearance of a complex stellar organization. ഇങ്ങനെ ഫ്യൂസ് ചെയ്ത ബ്രാഞ്ചസ് ഒക്കെ പ്രോട്ടോസ്റ്റീലിക് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആയിരുന്നു. അവരുടെ ഫ്യൂഷൻ വഴി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റീലാർ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തു. ഇൻ കേസ്
The shoots united by the formation of parenchymatous webs. The resulting stellar organization was a polystellic condition. ഇനി ഷൂട്ട്സ് എല്ലാം പാരൻകൈമേറ്റസ് വെബിങ് വഴിയാണ് ഫോം ചെയ്തത് എങ്കിൽ, ഷൂട്ട്സ് യുണൈറ്റ് ചെയ്തത് പാരൻകൈമേറ്റസ് ആയിട്ടുള്ള വെബ്സ് ഫോം ചെയ്തിട്ട് ആണ് എങ്കിൽ അങ്ങനെയുള്ളതിനകത്ത് നമ്മൾ സ്റ്റീലാർ ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോളിസ്റ്റീലിക് ആയിട്ടുള്ള കണ്ടീഷനാണ്. അദ്ദേഹം കുറേയധികം സ്റ്റീൽസ് ഉള്ള കണ്ടീഷനാണ് കണ്ടതെന്നാണ് പറയുന്നത്. ഇൻ കേസ് during axial syngenesis, the steels anastomosed in different manners. The resultant stellar organizations were of diverse types. ഇനി ആക്സിയൽ സിൻജൻസിൻ്റെ സമയത്ത് പല സ്റ്റീൽസും അനസ്റ്റമോസ് ഇത് ഡിഫറെൻറ്റ് മാനേഴ്സിലാണ് എങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റീലാർ ഓർഗനൈസേഷൻസ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത് എന്നാണ് അവർ പറയുന്നത്. എക്സാമ്പിൾ സൈഫണോ സ്റ്റീൽ, യു സ്റ്റീൽ, സോളിനോ സ്റ്റീൽ, അങ്ങനെയുള്ള സ്റ്റീലുകളെല്ലാം ഫോം ചെയ്യാനുള്ള കാരണം ആക്സിയൽ സിൻജൻസിൻ്റെ സമയത്ത് സ്റ്റീൽസ് എല്ലാം അനസ്റ്റമോസ് ചെയ്ത് ഡിഫറെൻറ്റ് മാനേഴ്സിൽ അനസ്റ്റമോസ് ചെയ്തു. അതുകൊണ്ടാണ് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽസ് കാണുന്നത്, അല്ലെങ്കിൽ ഡൈവേഴ്സ് ടൈപ്സ് ഓഫ് സ്റ്റീൽസ് കാണുന്നത് അതുവഴി കൊണ്ടാണെന്നാണ് സിമ്മർമാൻ ആക്സിയൽ സിൻജൻസിസ് വഴി. ഫോളിയാർ സിൻജൻസിസിനകത്ത് സിമ്മർമാൻ മെയിനായിട്ട് മെഗാഫിലസ് ലീവ്സിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ ലീവ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് റെറ്റിക്കുലേറ്റ് അല്ലെങ്കിൽ പിന്നേറ്റ് വിനേഷനൊക്കെ എങ്ങനെയാണ് ലീവ്സിൽ സംഭവിച്ചതെന്നാണ് പറയുന്നതെങ്കിൽ ആക്സിയൽ സിൻജൻസിസിനകത്ത് സ്റ്റീൽസിൻ്റെയാണ് മെയിനായിട്ട് സിമ്മർമാൻ പറയുന്നത്. Next is reduction. It is supposed to have brought about the evolution of simple and unbranched microphyllous leaves of the lycopods. ലൈക്കോപോഡിയൻ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ലൈക്കോപോഡിയസി മെമ്പേഴ്സിൻ്റെ മൈക്രോഫിലസ് ആയിട്ടുള്ള ലീവ്സ്, സ്മോൾ ലീവ്സിൻ്റെ എവല്യൂഷനെ പറ്റി പറയുന്നതാണ് റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. സിമ്പിളും അതുപോലെ അൺബ്രാഞ്ച്ഡും ആയിട്ടുള്ള ചെറിയ ലീഫുകളാണ് ആക്ച്വലി ഈ ലൈക്കോപോഡ്സിനുള്ള ലൈക്കോപോഡിയം, സെലാജിനൽ, ഐസോയിഡ്സിനൊക്കെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ചെറിയ ലീവ്സ്, മൈക്രോഫിലസ് ആയിട്ടുള്ള ലീവ്സ് ആണുള്ളത്. അതിൻ്റെ എവല്യൂഷനെ പറ്റി പറയാനാണ് റിഡക്ഷൻ എന്ന് പറഞ്ഞ എലമെൻ്ററി പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. It was brought about by the reduction of the syntelome to a single needle-like lateral appendage. സിൻറ്റീലോം, അതായത് പല ടീലോമുകൾ ഫ്യൂസ് ചെയ്ത സിൻറ്റീലോംസ് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ നീഡിൽ ലൈക്ക് ലാറ്ററൽ അപ്പൻഡേജായി മാറുന്നത് വഴിയാണ് മൈക്രോഫിലസ് ആയിട്ടുള്ള ലീവ്സ് ഫോം ചെയ്തതെന്നാണ് റിഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ സിമ്മർമാൻ പറയുന്നത്. സിൻറ്റീലോം റെഡ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ നീഡിൽ ലൈക്ക് ലാറ്ററൽ അപ്പൻഡേജസ് ആയി മാറി. അങ്ങനെയാണ് മൈക്രോഫിലസ് ആയിട്ടുള്ള ലീവ്സ്, സിമ്പിൾ ആൻഡ് അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള മൈക്രോഫിലസ് ലീവ്സ് ലൈക്കോപോഡിയം, സെലാജിനൽ, ഐസോയിഡ്സിനകത്തൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതെന്നാണ് റിഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി പറയുന്നത്. നെക്സ്റ്റ് ഇസ് റീകർവിങ്. ഡ്യൂറിങ് ദിസ് പ്രോസസ് ദ ഫെർട്ടൈൽ ടീലോംസ് വെർ സപ്പോസ് ടു ബിക്കം റിഫ്ലെക്സ്ഡ്. ആസ് എ റിസൾട്ട് ദ സ്പൊറാഞ്ചിയം അസ്യൂംസ് ആൻ ഇൻവേർട്ടഡ് പൊസിഷൻ. ഇതിനകത്ത് ഈ പ്രോസസ്സ് വഴി ഫെർട്ടൈൽ ആയിട്ടുള്ള ടീലോംസ് അവരുടെ പൊസിഷൻ റീകർവ് ചെയ്തു, അല്ലെങ്കിൽ അവരെല്ലാം റീകർവ് ചെയ്തു വന്നു. അതാണ് ഐ ഡയഗ്രത്തിൽ, അത് എച്ച് ഡയഗ്രത്തിൽ അത് അവർ അപ്രൈറ്റ് ആയിട്ടായിരുന്നു നിന്നത്. ഐ എത്തിയപ്പോഴത്തേക്ക് അത് റീകർവ് ചെയ്തു, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് പൊസിഷനകത്തേക്ക് മാറി. ഈ പ്രോസസ്സിനെയാണ് ഇൻകർവേഷൻ എന്ന് പറയുന്നത്. വിൽസൺ അതിനകത്ത് 1953 വിൽസൺ അത് 2 പ്രോസസ്സായിട്ട് റെക്കഗ്നൈസ് ചെയ്തു. സിമ്മർമാൻ പറയുന്നത് ഫെർട്ടൈൽ ടീലോംസ് അവരുടെ ആക്ഷൻ റിഫ്ലക്സ് ചെയ്തു, അങ്ങനെ സ്പൊറാഞ്ചി എല്ലാം ഇൻവേർട്ടഡ് പൊസിഷനിലോട്ട് മാറി. ആ പ്രോസസ്സിനെ സിമ്മർമാൻ ഇൻകർവേഷൻ എന്നാണ് പറയുന്നത്. വിൽസൺ 1953 2 പ്രോസസ്സുകളെ റെക്കഗ്നൈസ് ചെയ്തു. അതിലെ ഫസ്റ്റ് പ്രോസസ്സാണ് റീകർവേഷൻ. ഡ്യൂറിങ് ദിസ് പ്രോസസ് സ്പൊറാഞ്ചിയ ബെൻഡ് ഡൗൺവേർഡ്സ് ആസ് ഇൻ സ്പീനോഫൈറ്റ. സ്പീനോഫൈറ്റിയൻ മെമ്പേഴ്സിൽ നമ്മൾ കാണുന്ന പോലെ റീകർവേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനകത്ത് സ്പൊറാഞ്ചിയ കംപ്ലീറ്റ് ആയിട്ട് താഴത്തേക്ക് ബെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ബെൻഡ് ഡൗൺവേർഡ്സ് ആവുകയാണ് ചെയ്യുന്നത്. സ്പീനോഫൈറ്റിയയിൽ കാണുന്നത് അതിനെയാണ് നമ്മൾ റീകർവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇൻകർവേഷൻ. This led to the shifting of the sporangia to the ventral surface of the foliar appendages, thus bringing about a condition found in ferns. ഫേൺസിനകത്ത് നമ്മൾ കാണുന്നത് പോലെ സ്പൊറാഞ്ചിയനെ വെൻട്രൽ സർഫസിനകത്ത്, ഫോളിയാർ അപ്പൻഡേജസിൻ്റെ വെൻട്രൽ സർഫസിനകത്തേക്ക് മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻകർവേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഫേൺസിനകത്തൊക്കെ കാണുന്നത്. സ്പൊറാഞ്ചിയ വെൻട്രൽ സർഫസ് അടിഭാഗത്തേക്ക് മാറ്റുന്ന, ഫോളിയാർ അപ്പൻഡേജസിൻ്റെ അടിഭാഗത്തേക്ക് മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് ഇൻകർവേഷൻ എന്ന് പറയുന്നത്. Wardlaw in 1952, however, point out that all these changes can be embraced within one term which he calls as recurvation. വാഡ്ലോ 1952 പറഞ്ഞു ഈ പ്രോസസ്സുകളെല്ലാം ഒരു ടേമിൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും, റീകർവേഷൻ എന്ന് പറഞ്ഞ ടേം വഴി തന്നെ. From the above listed 5 elementary processes of organogenesis as postulated by Zimmerman, it becomes evident that microphyllous leaves originated as a result of the process of reduction.
നമ്മളിപ്പോൾ പറഞ്ഞ 5 എലമെൻ്ററി പ്രോസസ്സ് വഴി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൈക്രോഫിലസ് ആയിട്ടുള്ള ലീവ്സ് ഒറിജിനേറ്റ് ചെയ്ത് റിഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ്. സിമ്മർമാൻ പറഞ്ഞ റിഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ്. ദ മെഗാഫിലസ് ലീവ്സ് ഓഫ് ഫേൺസ്, ഇനി ഫേൺസിൻ്റെ ഫിലിക്കോഫൈറ്റിൻ മെമ്പേഴ്സിൻ്റെ മെഗാഫിലസ് ആയിട്ടുള്ള ലീവ്സ് ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് കമ്പൈൻഡ് പ്രോസസ് ഓഫ് ഓവർടോപ്പിംഗ്, പ്ലാനേഷൻ ആൻഡ് ഫോളിയാർ സിൻജനസിസ്. മെഗാഫിലസ് ലീവ്സ് ഒറിജിനേറ്റ് ചെയ്തത് കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ വഴിയാണ്. ഏതൊക്കെ പ്രോസസ്സ് വഴി? ഓവർടോപ്പിംഗ്, പ്ലാനേഷൻ ആൻഡ് ഫോളിയാർ സിൻജനസിസ്. സെയിം പ്രോസസ്സ് വഴിയാണ് മെഗാഫിലസ് ആയിട്ടുള്ള ലീവ്സ് ഫോം ചെയ്തത്. Next is the origin of sporophylls. The origin of sporophylls in the 3 main divisions of vascular cryptogames has been visualized differentially by Zimmerman. Sorry, ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. വിഷ്വലൈസിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. The origin of sporophytes in 3 main divisions of vascular cryptogames. Vascular cryptogamsൻ്റെ 3 main divisionsനകത്ത് സ്പോറോഫിൽസിൻ്റെ ഒറിജിൻ വിഷ്വലൈസ് ചെയ്തേക്കുന്ന 3 മെയിൻ ഡിവിഷൻസിലായിട്ടുള്ള സ്പോറോഫിൽസിൻ്റെ ഒറിജിനും സിമ്മർമാൻ ഡിഫറെൻ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്പീനോഫൈറ്റ അല്ലെങ്കിൽ ആർത്രോഫൈറ്റ. സ്പീനോഫൈറ്റയിലും ആർത്രോഫൈറ്റിലും എങ്ങനെയാണ് സ്പോറോഫിൽസ് ഫോം ചെയ്തതെന്ന് സിമ്മർമാൻ വിഷ്വലൈസ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. റീകർവേഷൻ ആൻഡ് സിൻജനസിസ് were supposed to be the elementary processes that led to the origin of sporangiophores in the members of this division. സ്പീനോഫൈറ്റ അല്ലെങ്കിൽ ആർത്രോഫൈറ്റിയൻ മെമ്പേഴ്സിനകത്ത് റീകർവേഷനും സിൻജനസിസ് എന്ന് പറഞ്ഞ 2 പ്രോസസ്സ് വഴിയാണ് സ്പൊറാഞ്ചിയോഫോഴ്സ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് സിമ്മർമാൻ പറയുന്നത്. റീകർവേഷൻ ലെഡ് ടു ദ ഡൗൺവേർഡ് ബെൻഡിങ് ഓഫ് ദ സ്പൊറാഞ്ചിയ. റീകർവേഷൻ വഴി സ്പൊറാഞ്ചിയ ഡൗൺവേർഡായിട്ട് ബെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് നമ്മുടെ ജി ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്നത്. ഇറ്റ് വാസ് ഫോളോഡ് ബൈ ദ ഫ്യൂഷൻ ആൻഡ് ഫ്ലാറ്റനിങ് ഓഫ് ദ ടീലോംസ് ആൻഡ് മീസോൾസ് ടു ഫോം എ പെൽറ്റേറ്റ് ഡിസ്ക്. ഇതിന് ശേഷം ഫ്യൂഷനും അതുപോലെ ടീലോംസ് ഫ്ലാറ്റൻ ചെയ്യാനുമായിട്ട് തുടങ്ങി. ടീലോംസ് രണ്ടും ഫ്യൂസ് ചെയ്യാനായിട്ടും അതുപോലെ ടീലോംസും മീസോംസും ഫ്യൂസ് ചെയ്യാനായിട്ടും ഫ്ലാറ്റൻ ചെയ്യാനായിട്ടും തുടങ്ങി. അങ്ങനെ ഒരു പെൽറ്റേറ്റ് ആയിട്ടുള്ള ഡിസ്ക് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ എച്ച് ഡയഗ്രത്തിനകത്തും ഐ ഡയഗ്രത്തിനകത്തും കാണിച്ചിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് സ്റ്റേജസ് ലീഡിങ് ടു ദിസ് കണ്ടീഷൻ എക്സിസ്റ്റഡ് ഇൻ ദ ഫോസിൽ മെമ്പേഴ്സ് ഓഫ് ദിസ് ഡിവിഷൻ. എക്സാമ്പിൾ കലാമോഫൈറ്റൻ, ഹൈനിയ പോലുള്ള മെമ്പേഴ്സിനകത്ത് ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റേജസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റേജസ് നമുക്ക് ഫോസിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള കലാമോഫൈറ്റൻ, ഹൈനിയ, ഇവിയോസ്റ്റാച്ച, പ്രോട്ടോ കലാമോസ്റ്റാച്ചസ് പോലുള്ള മെമ്പേഴ്സിനകത്ത് നമുക്ക് കാണാനായിട്ട് ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ് കാണാനായിട്ട് പറ്റും. അതായത് റീകർവേഷൻ, അതുപോലെ സിൻജനസിസ് ഒക്കെ നടന്നത്, അതുപോലെ പെൽറ്റേറ്റ് ഡിസ്ക് ആയിട്ട് മാറുന്നത്, ടീലോംസും മീസോംസും ഫ്യൂസ് ചെയ്യും, ഫ്ലാറ്റൻ ചെയ്തിട്ട് പെൽറ്റേറ്റ് ഡിസ്ക് ആയിട്ട് മാറുന്നതൊക്കെ നമുക്ക് ഇതിൻ്റെ അതുപോലുള്ള ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റേജസ് എല്ലാം നമുക്ക് ഫോസിൽ മെമ്പേഴ്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഫ്ലനേഷൻ ഫോളോഡ് ബൈ റിഡക്ഷൻ ഹൗവർ ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റെറൈൽ ലീവ്സ് ഓഫ് ദിസ് ഡിവിഷൻ. ഇനി സ്റ്റെറൈൽ ലീവ്സ്, ഈ ഡിവിഷനിലെ സ്റ്റെറൈൽ ലീവ്സ് ഫോം ചെയ്യാനുള്ള കാരണം പ്ലാനേഷന് ശേഷം റിഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടന്നതാണ് എന്നാണ് പറയുന്നത്. ദ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ് were met within the fossil genera Calamophyton and Astrocalamites. ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ് നമ്മൾ ഫോസിൽ ജനറ ആയിട്ടുള്ള കലാമോഫൈറ്ററിനകത്തും ആസ്ട്രോകലാമൈറ്റ്സിനകത്തും കണ്ടിട്ടുണ്ട്. ദ ടീലോം തിയറി ഗിവ്സ് എ സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഓഫ് ദ എവല്യൂഷൻ ഓഫ് സ്പൊറാഞ്ചിയോഫോഴ്സ് ആൻഡ് സ്റ്റെറൈൽ സ്പോറോഫൈറ്റ്. സ്പൊറാഞ്ചിയോഫോഴ്സിൻ്റെ എവല്യൂഷനെ പറ്റിയും സ്റ്റെറൈൽ ആയിട്ടുള്ള സ്പോറോഫൈറ്റിൻ്റെ എവല്യൂഷനെ പറ്റിയും ടീലോം തിയറി നല്ലൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്പീനോഫൈറ്റയുടെ കേസിനകത്ത്. നെക്സ്റ്റ് ഇസ് ലൈക്കോഫൈറ്റ. The sporangia usually born in the axils of microphyls in the Lycophyta. സ്പൊറാഞ്ചിയ എല്ലാം ഫോം ചെയ്തിരിക്കുന്നത് മൈക്രോഫിൽസിൻ്റെ ആക്സിൽസിലാണ് ലൈക്കോഫൈറ്റയ്ക്കകത്ത്. സച്ച് എ പൊസിഷൻ വാസ് ഡിറൈവ്ഡ് ബൈ സിമ്മർമാൻ along following steps. ഇനി അങ്ങനെ ഒരു പൊസിഷൻ ഫോം ചെയ്യാൻ സിമ്മർമാൻ 2 സ്റ്റെപ്സാണ് പറയുന്നത്. മെയിനായിട്ട് 2 സ്റ്റെപ്സാണ് പറയുന്നത്. There was an aggregation of fertile and sterile telomes. ഫെർട്ടൈൽ ടീലോംസും സ്റ്റെറൈൽ ടീലോംസും അഗ്രിഗേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. There was a reduction in the number of mesomes and the sporangia. മീസോംസിൻ്റെ നമ്പറിനകത്തും അതുപോലെ സ്പൊറാഞ്ചിയയുടെ നമ്പറിനകത്തും ഒരു റിഡക്ഷൻ ഉണ്ടായി. This led to the development of a single leaf with a single sporangium in its axil. ഇതുവഴിയാണ് ഒരു സിംഗിൾ ലീഫ് സിംഗിൾ സ്പൊറാഞ്ചിയുമായിട്ട് ഫോം ചെയ്യാനായിട്ട് തുടങ്ങിയത്. സോ ഇതിനകത്ത് ആദ്യം പറഞ്ഞത് നമുക്ക് ജെയും കെയും നോക്കിക്കഴിഞ്ഞാൽ കെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. There was an aggregation of fertile and sterile telomes. ഫെർട്ടൈൽ ടീലോംസിൻ്റെയും സ്റ്റെറൈൽ ടീലോംസിൻ്റെയും ഒരു അഗ്രിഗേഷൻ സംഭവിച്ചു.
There was a reduction in the number of mesomes and the sporangia. L ഡയഗ്രം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് കാണാനായിട്ട് വരും. There was a reduction in number of mesomസിൻ്റെയും അതുപോലെ സ്പൊറാഞ്ചിയത്തിൻ്റെയും നമ്പറിൽ ഒരു റിഡക്ഷൻ സംഭവിച്ചു. This led to the development of a single leaf with a single sporangium in its axis. അതാണ് M ഡയഗ്രത്തിൽ കാണിക്കുന്നത്. The bifid tips of the sporophylls and the leaves of the extinct genus Protolepidodendron may be cited as an example of an intermediate stage. ഇനി ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ലൈക്കോഫൈറ്റിൻ മെമ്പേഴ്സിനെ ഇത് എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടോലെപ്ഡോഡെൻഡ്രോണിൻ്റെ ബൈഫിഡ് ടിപ്സ്, സ്പോറോഫിൽസിൻ്റെ ബൈഫിഡ് ടിപ്സും അതുപോലെ ലീവ്സും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ആയിട്ട് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഫിലിക്കോഫൈറ്റ അല്ലെങ്കിൽ ടീറോഫൈറ്റ. The elementary process of overtopping, reduction and folia syngenesis led to the development of megaphilous sporophylls of the ferns. Overtopping, reduction, folia syngenesis വഴിയാണ് ഫേൺസിനകത്ത് മെഗാഫില്ലസ് ആയിട്ടുള്ള സ്പോറോഫിൽസ് ഡെവലപ്പ് ചെയ്തത്. As a result of overtopping, planation and syngenesis, a pinnate sporophyll was evolved. ഓവർടോപ്പിങ്ങും പ്ലാനേഷനും സിൻജനസിസും കാരണം ഒരു പിന്നേറ്റ് ആയിട്ടുള്ള സ്പോറോഫിലാണ് ഇവിടെ ഇവോൾവ് ചെയ്തത്. അത് നമുക്ക് സി ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. സ്പൊറാഞ്ചിയ വർ മാർജിനൽ ഇൻ പൊസിഷൻ, സ്പൊറാഞ്ചിയ അല്ല മാർജിനൽ ഇൻ പൊസിഷനിലോട്ട് മാറി. Later, recurvation led to the shifting of the sporangia from the margins to the ventral surface. Recurvation വഴി നമ്മുടെ സ്പൊറാഞ്ചിയ മാർജിനിൽ കണ്ടുകൊണ്ടിരുന്ന സ്പൊറാഞ്ചിയ വെൻട്രൽ സൈഡിലോട്ട് മാറാനായിട്ട് തുടങ്ങി. സിയിലും ഡിയിലും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർജിനൽ ഇൻ പൊസിഷനിലാണ് കാണുന്നത്. EFG എത്തിയപ്പോഴത്തേക്കും വെൻട്രൽ പൊസിഷനിലോട്ട് സ്പൊറാഞ്ചിയ മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. Intermediate stages were observed by the extinct genera Pseudosporcus, Stauropterus, Botaropterus പോലുള്ള എക്സിറ്റ് ടൈപ്പ് ആയിട്ടുള്ള ജനറയ്ക്കകത്ത് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ടൈപ്സ് കാണാനായിട്ട് പറ്റും. Zimmerman postulated that the roots developed from the creeping rhizomes of the primitive or the ancestral types before the evolution of leaves. ലീവ്സ് ഇവോൾവ് ചെയ്യുന്നതിന് മുമ്പാണ് റൂട്ട്സ് ഡെവലപ്പ് ചെയ്തത്. റൂട്ട്സ് ഡെവലപ്പ് ചെയ്ത് ക്രീപ്പിംഗ് ആയിട്ടുള്ള റൈസോംസിൽ നിന്നാണ്. പ്രിമിറ്റീവ് അല്ലെങ്കിൽ ആൻസിസ്ട്രൽ ടൈപ്സിനകത്ത് ലീഫ് ഫോം ചെയ്യുന്നതിന് മുമ്പാണ് റൂട്ട്സ് ഡെവലപ്പ് ചെയ്ത് ക്രീപ്പിംഗ് റൈസോംസിൽ നിന്നാണിത് ഫോം ചെയ്തതെന്നാണ് പറയുന്നത്. ഇതാണ് ഫിലിക്കോഫൈറ്റ അല്ലെങ്കിൽ ടീറോഫൈറ്റയിലെ സ്പോറോഫിലിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. Now coming on to the merits of Telome theory. It's an outcome of a master mind that has portrayed in a skillful manner the origin and evolution of the sporophytes of land plants. ലാൻഡ് പ്ലാന്റ്സിൻ്റെ ഒറിജിനും എവല്യൂഷനും വളരെ നല്ല രീതിയിൽ തന്നെ സിമ്മർമാന് പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. Zimmerman has based his theory mostly on account of his comparative study of the fossil as well as living genera of the vascular plants. ഫോസിൽസിനെയും അതുപോലെ ലിവിങ് ജനറേനെയും ഇൻക്ലൂഡ് ചെയ്തൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ടാണ് സിമ്മർമാൻ തിയറി പോസ്റ്റുലേറ്റ് ചെയ്തത്. മെനി ഓഫ് ഹിസ് അസംഷൻസ് ആർ കറക്റ്റ് ആൻഡ് ബേസ്ഡ് ഓൺ ദ എക്സാക്ട് ഫൈലറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് പ്ലാന്റ്സ് ബോത്ത് ലിവിങ് ആൻഡ് എക്സ്റ്റിൻറ്റ്. അദ്ദേഹത്തിൻ്റെ പല അസംഷൻസ് ഊഹങ്ങളും കറക്റ്റായിരുന്നു. അതുപോലെ എക്സാക്റ്റ് ആയിട്ടുള്ള ഫൈലറ്റിക് റിലേഷൻഷിപ്പ് വേരിയസ് ഗ്രൂപ്പ്സ് ലിവിങ് ആയാലും എക്സ്റ്റെൻഡ് ആയിട്ടുള്ള മെമ്പേഴ്സുമായിട്ടുള്ളതായാലും ഫൈലറ്റിക് റിലേഷൻഷിപ്സ് കറക്റ്റ് ആയിരുന്നു. ഈസ് 5 elementary process of planation, overtopping, syngenesis, reduction and recurvation gives us a unified concept of the manner in which evolution might have proceeded in the land plants. ലാൻഡ് പ്ലാന്റ്സിൽ എങ്ങനെയാണ് എവല്യൂഷൻ നടന്നതിനെ പറ്റിയുള്ളൊരു നല്ലൊരു കോൺസെപ്റ്റ് നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് ഈ 5 elementary പ്രോസസ്സ് നന്നായിട്ട് സിമ്മർമാൻ പറഞ്ഞ 5 elementary പ്രോസസ്സ് വഴി നമുക്കൊരു യൂണിഫൈഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. These processes explained in a simple and lucid way as to how the primitive land plants led to the evolution of both simple and complex land plants of today. ഇന്ന് നമ്മൾ കാണുന്ന സിമ്പിളും അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ലാൻഡ് പ്ലാന്റ്സ് എങ്ങനെയാണ് ഫോം ചെയ്തത് എന്നതിനെ പറ്റി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലാംഗ്വേജിൽ സിമ്മർമാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. It explains in a nice manner that the entire sporophyte is an axis that has an underground portion called the root and an aerial part called the shoot. അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റി ഒരു എൻറ്റയർ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അണ്ടർഗ്രൗണ്ട് പോർഷൻ ഉണ്ട്, റൂട്ട് എന്ന് പറഞ്ഞു, അതുപോലെ ഒരു ഏരിയൽ പോർഷൻ ഉണ്ട്, ഷൂട്ട് എന്ന് പറഞ്ഞു. The appendages of shoot, that is the sporophyll, sporangia and sterile leaves are nothing but modified parts of the stem. ഷൂട്ടിൻ്റെ അപ്പൻഡേജസ് ആയിട്ടുള്ള സ്പോറോഫിൽ, സ്പൊറാഞ്ചിയ, സ്റ്റെറൈൽ ലീവ്സ് എല്ലാം സ്റ്റെമ്മിൻ്റെ മോഡിഫൈഡ് പാർട്സ് ആണെന്ന് സിമ്മർമാന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പറ്റി.
While building up his theory, Zimmerman has taken into consideration the morphological aspects of various groups of extinct and living groups of the plants. എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെയും ലിവിങ് ഗ്രൂപ്പ്സിനെയും പ്ലാന്റ്സിലെ ലിവിങ് ഗ്രൂപ്പ്സിൻ്റെയും പല മോർഫോളജിക്കൽ ആസ്പെക്ട്സും സിമ്മർമാൻ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തിയറി പുട്ട് ഫോർവേഡ് ചെയ്തത്. നെക്സ്റ്റ് ഇസ് demerits. The theory is open to criticism in its application to the origin of lycophyte അല്ലെങ്കിൽ lycopstra. Lycophyte അല്ലെങ്കിൽ lycopstrയുടെ ഒറിജിൻ ഓഫ് ലൈക്കോഫൈറ്റ് അല്ലെങ്കിൽ ലൈക്കോപ്സിഡയിൽ ഈ തിയറി പുട്ട് ഫോർവേഡ് ചെയ്തേക്കണം, അല്ലെങ്കിൽ ഈ തിയറിക്കുള്ള ആപ്ലിക്കേഷൻ ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. The origin of microphyllous leaves of the lycophyte by reduction of telome process is not exemplified by living or extinct vascular plants. മൈക്രോഫില്ലസ് ലീവ്സിൻ്റെ ഒറിജിൻ ലൈക്കോഫൈറ്റയിലെ മൈക്രോഫില്ലസ് ആയിട്ടുള്ള ലീവ്സ് ടീലോം പ്രോസസ്സിൻ്റെ റിഡക്ഷൻ വഴിയാണ് ഫോം ചെയ്തതെന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ലിവിങ് ആയിട്ടുള്ള എക്സ്റ്റെൻഡ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ ഇത് വെച്ച് സിമ്മർമാന് പറ്റിയിട്ടില്ല. ആൻഡ്രൂസ് has expressed his views on the telome theory in the following words. Zimmerman's scheme for the pteropsids, or at least some pteropsids, has much supporting evidence. His concept for the articulates may be valid, but we are only on the verge of understanding the origin of this group. His content for the lycopsids is so far as I am aware purely hypothetical. ഇതാണ് ആൻഡ്രൂസ് ടീലോം തിയറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു.